നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട്ട് ബിജെപിയിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അതൃപ്തിയെ തുടർന്ന് വിമത നീക്കം ശക്തം. വിമത കൗൺസിലർമാർ രാജിവെച്ചേക്കുമെന്ന സൂചന. വിമതർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹത്തിനിടെ ചിലർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ട്. കോൾ കർഷകരുടെ പ്രതിസന്ധിയിൽ തുറന്നടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ രാഷ്ട്രീയ കളി. ജൂണിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലും ജില്ലാ കലക്ടർ ഇതുവരെ തന്നിട്ടില്ല. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാത്തതിനു പിന്നിൽ രാഷ്ട്രീയ കളി മാത്രമെന്നും സുരേഷ് ഗോപി. സ്ഥിരതയിലൂന്നിയ വികസന പദ്ധതികളിലൂടെ മാത്രമേ നാടിന്റെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മന്ത്രി എം പി രാജേഷ്. സംയോജിത ജലവിഭവ പരിപാലന റിപ്പോർട്ടുകളുടെ പ്രകാശനം പാലക്കാട്ട്. മികച്ച സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് കൂനത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് തുടക്കം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 75 വയസ്സ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 3/4 നൂറ്റാണ്ട്. രാജ്യത്ത് വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പതിറ്റാണ്ടുകളായി തകർച്ചയിലായ കോട്ടായി അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡിന് ശാപമോക്ഷം. റോഡ് നവീകരണത്തിന് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ചിൽ ആരംഭിക്കുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. പാലക്കാട്ട് ബിജെപിയിൽ പൊട്ടിത്തെറി. വിമത കൗൺസിലർമാർ രാജിവെച്ചേക്കുമെന്ന് സൂചന. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുത്തതിലെ അതൃപ്തിയാണ് വിമത നീക്കം ശക്തമാക്കിയത്. വിമതർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹത്തിനിടെ ചിലർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബിജെപി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിലെ പ്രതിഷേധമാണ് വിമത നീക്കത്തിന് ശക്തി പകർന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലം മുതൽ ബിജെപിയിൽ വിമത നീക്കം നടന്നിരുന്നു. ബിജെപി ദേശീയ സമിതി അംഗവും മുതിർന്ന നേതാവും കൗൺസിലറുമായ N ശിവരാജൻ, സംസ്ഥാന ട്രഷററും നഗരസഭാ കൗൺസിലറുമായ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, കൗൺസിലർമാരായ സാബു, സ്മിതേഷ് എന്നിവരുൾപ്പെടെയുള്ളവർ വിമത യോഗത്തിൽ പങ്കെടുത്തതായാണ് സൂചന. വിമതർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. പാലക്കാട് യാക്കരപ്പുഴയ്ക്ക് സമീപത്തെ ഓഡിറ്റോറിയത്തിലാണ് വിമതർ യോഗം ചേർന്നത്. അതേസമയം ഭാവി കാര്യങ്ങളോ സംഘടനാ വിഷയങ്ങളോ പ്രതികരിക്കാൻ വിമതയോഗത്തിൽ പങ്കെടുത്തവർ തയ്യാറായില്ല. ഇതിനിടെ വിമതർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. പ്രതിഷേധിച്ച കൗൺസിലർമാർ ബിജെപി സംസ്ഥാന നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭാ ഭരണം തുലാസിലാകും. മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് കൗൺസിലർമാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. അതേസമയം ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ലെന്നാണ് നിലവിലെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് നൽകിയ വിശദീകരണം. അത് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇലക്ഷൻ്റെ സംവിധാനം ഇലക്ഷൻ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, എല്ലാ പ്രശ്നവും പരിഹരിക്കാം. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കപ്പെടണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും. അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. അതിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഈ അതിർത്തി കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അറിയില്ല, അത് അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജില്ലാ അധ്യക്ഷനെ അറിയിച്ചിട്ടില്ല. ആർക്കെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ആരും ഇതുവരെ അതൃപ്തി അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ രാഷ്ട്രീയ കളിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോൾ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം സങ്കുചിതമായ രാഷ്ട്രീയ കളിയാണ്. ജൂണിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലും ജില്ലാ കലക്ടർ ഇതുവരെയും തന്നിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഏനാമാവ് ബണ്ടിൽ നിന്ന് ഉപ്പുവെള്ളം കോൾപ്പാടത്തേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് ചോദിച്ചത്. തുടർച്ചയായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിനു പിന്നിൽ രാഷ്ട്രീയ കളിയാണെന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചു. തൃശ്ശൂരിലെ രാഷ്ട്രീയ കളിയാണ് കോൾ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതിന് കാരണം. ഡിസംബറിൽ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച കോൾപ്പാടങ്ങൾ സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നപരിഹാരത്തിന് വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ച് യോഗം വിളിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇതിന് ഇവിടുത്തെ 2 വിഷയങ്ങൾ, വെള്ളപ്പാച്ചിൽ, അതെങ്ങനെയാണ് ഇവരുടെ അധ്വാനത്തെ കെടുത്തുന്നത്.
ആ അപകടം നമുക്ക് ഓവർകം ചെയ്യാം. അതിനുവേണ്ടി കളക്ടറടുത്ത് ഞാൻ ഈ ജൂൺ ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്ക സമയത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചും ഏനമാവ് എന്തായ റിപ്പോർട്ട് തരാം സാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തരും. എത്ര മാസമായി? നമ്മൾ ഈ ടോപ്പ് ലൈനിലുള്ള കളക്ടറെ പോലുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ കുറ്റം പറയാനൊക്കത്തില്ല. ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കളിയാണ്. അതില്ലാന്ന് അവർ വ്യക്തമാക്കണമെങ്കിൽ പരിഹാര മാർഗം നമുക്ക് ചെയ്ത് കാണിച്ചു തരണം. വാഗ്ദാനമാണ്. അപ്പോൾ അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇറിഗേഷൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഡാമിൻ്റെ വാട്ടർ ഫ്ലോയിങ് കൺട്രോൾ ആരുടെ കയ്യിലാണോ അവർ വന്ന് വാഗ്ദാനം ഇതല്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എപ്പോൾ ചെയ്യുമെന്നും പറയട്ടെ. അതിന് വന്ന് സാക്ഷിയായിട്ട് ഞാൻ അവിടെ ഇരിക്കാം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ഥിരതയിലൂന്നിയ വികസന പദ്ധതികളിലൂടെ മാത്രമേ നാടിൻ്റെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മന്ത്രി എം പി രാജേഷ്. പാലക്കാട്ട് സംയോജിത ജലവിഭവ പരിപാലന റിപ്പോർട്ടുകളുടെ പ്രകാശനം മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കൊപ്പം നിർവഹിച്ച ശേഷം പ്രസംഗിക്കുകയായിരുന്നു എം പി രാജേഷ്. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതായും മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി. വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട്, കാസർഗോഡ് ജില്ലകളുടെ സംയോജിത ജലവിഭവ റിപ്പോർട്ടാണ് മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും ചേർന്ന് പ്രകാശനം ചെയ്തത്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ശാസ്ത്രീയ കൃഷിരീതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. WASCA സെക്കൻഡ് പ്രൊജക്ട് മാനേജർ കൃഷ്ണൻ ത്യാഗി, ടെക്നിക്കൽ അഡ്വൈസർ സ്റ്റീഫൻ ഡോം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണി, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, MGNR EGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ TS ശുഭ എന്നിവർ പ്രസംഗിച്ചു. A നിസാമുദ്ദീൻ സ്വാഗതവും P സൈദലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. കോട്ടമൈതാനത്തെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചതിന് ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമായത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്ത് മതേതരത്വം വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ജനകീയ പരമാധികാരമെന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം 75ാം റിപ്പബ്ലിക് ദിനത്തിലും യാഥാർത്ഥ്യമായിട്ടില്ല. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയെല്ലാം വെല്ലുവിളി നേരിടുകയാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയും വലിയ വെല്ലുവിളി നേരിടുന്നു. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ അഖണ്ഡതയും സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS എന്നിവരും പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു. സായുധ പോലീസ്, ആംഡ് പോലീസ്, പ്രാദേശിക പോലീസ്, എക്സൈസ്, ഹോംഗാർഡ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനീസ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ വനിതാ കാഡറ്റുകൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, എയർഫോഴ്സ് അസോസിയേഷൻ, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത്. മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം, കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയം, പാലക്കാട് ഗവൺമെൻറ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാണിക്കമാത കോൺവെന്റ് തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ കലാസാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മണ്ണൂർ കൊട്ടക്കുന്ന് ജാമിയ ലുലു മദ്രസയിൽ റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പള്ളി പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. പള്ളി ഖത്തീബ് സയ്യിദ് അലവി, സെക്രട്ടറി K അബ്ദുൽ ഹക്കീം മാസ്റ്റർ, അബ്ദുൽ സലീം മുസ്ലിയാർ, K ഹംസ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന് കൃത്യമായ മനോഹരമായ ഒരു ഭരണഘടന തയ്യാറാക്കി വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യമായി ഇന്ത്യ മാറുന്നത്, ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവകാശം നൽകുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ, ഒരുപാട് മതാധിഷ്ഠിത രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യ പോലെ മതേതര രാജ്യം ലോകത്ത് വളരെ കുറവാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ അവസരം നൽകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മാത്തൂർ ചെങ്ങണിയൂർ കാവ് തുളസി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അറിവിൻ്റെ അപര്യാപ്തത കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയാണ് പലരും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളേറെ രോഗം എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ അജ്ഞത കൊണ്ട് ഭക്ഷണത്തിൻ്റെ രീതിയും അതുപോലെ തന്നെ ഇന്നത്തെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളും ഭക്ഷ്യോൽപാദനങ്ങൾ അമിതമായ രാസവള പ്രയോഗവും അതുപോലെ തന്നെ മരുന്നും ഒക്കെ ഉപയോഗിച്ച് മണ്ണിൽ വളരെ വ്യത്യാസങ്ങളുണ്ടായി അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നാട് എത്തിപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലൊക്കെ ഭാഗവാക്കായി എന്നുള്ളത് വസ്തുതയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. C മോഹനൻ, KM സുരേഷ്, തുളസി സ്മാരക വായനശാല ലൈബ്രറിയൻ ശ്രീനിഷ എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർമാരായ നീനു മോഹൻ, PS ഗൗരി എന്നിവർ ക്ലാസ് എടുത്തു. പ്രസീല ടീച്ചർ സ്വാഗതവും K ഇന്ദ്രപ്രസാദ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച പാലക്കാട് വണ്ണാമട സ്വദേശിനിയുടെ കുടുംബത്തിന് തിരുപ്പതി ദേവസ്വം ബോർഡ് ധനസഹായം എത്തിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സംഘം വണ്ണാമട വെള്ളാരങ്കൽ മേട്ടിലെ വീട്ടിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് ടോക്കൺ എടുക്കുന്നതിനിടെയാണ് വണ്ണാമട വെങ്കാരങ്കൽമേട് നിർമ്മല തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഇവരുടെ കുടുംബത്തിനുള്ള ധനസഹായം തിരുപ്പതി ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സംഘം വണ്ണാമട വെള്ളാരങ്കൽമേട്ടിലെ വീട്ടിലെത്തി കൈമാറി. ഭർത്താവ് ഷൺമുഖസുന്ദരം, മകൾ കൗശിക എന്നിവർക്കാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച തിരുപ്പതി ക്ഷേത്രം ദേവസ്വത്തിൻ്റെ വകയായ 25 ലക്ഷം രൂപയും ദേവസ്വം ബോർഡ് മെമ്പർ പ്രശാന്ത് റെഡ്ഡിയുടെ വക 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 27 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ് അംഗങ്ങളായ P രാമമൂർത്തി തിരുപ്പൂർ, വൈദ്യം ശാന്താറാം, A നാഗേഷ് കുമാർ എന്നിവർ ചേർന്ന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തുക കൈമാറി. കുടുംബത്തിലെ ഒരാൾക്ക് ദേവസ്വം വകുപ്പിൽ ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രേഖകൾ കൈമാറുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ജോലി നൽകുമെന്നും വരുന്ന 2 വർഷ കാലയളവിനുള്ളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഈ കുടുംബത്തിന് VIP പരിഗണന നൽകുമെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. തമിഴ്നാട് തീരുമാൾ അടിയോർകൾ സംഘം പ്രസിഡന്റ് പൊള്ളാച്ചി KB ശ്രീനിവാസൻ, 5 മൈൽ S സെന്തിൽകുമാർ, N നടേശൻ, RSS ജില്ലാ പ്രചാർ പ്രമുഖ് S ദിനേശ് ബാബു, BJP മണ്ഡലം പ്രസിഡന്റ് AK മോഹൻദാസ്, M ബാലകൃഷ്ണൻ, K ഷിനു, ബാബു ഗോപാലപുരം, P വിചിത്രൻ, A അഭിലാഷ്, C അയ്യാസ്വാമി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കോട്ടായി പഞ്ചായത്തിലെ അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്ന് കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് പറഞ്ഞു. കുണ്ടും കുഴികളും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. MLA ഫണ്ടിൽ നിന്നും ആദ്യം 45 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പിന്നീട് 30 ലക്ഷമാക്കി ചുരുക്കി. 15 ലക്ഷം കാവശ്ശേരി പഞ്ചായത്തിന് നൽകുകയായിരുന്നു. അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡിന്റെ പണി മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
മികച്ച സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് മന്ത്രി എം.ബി. രാജേഷ് കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക കേരളത്തെ സാധ്യമാക്കിയതിൽ ഇതുപോലുള്ള പൊതുവിദ്യാലയങ്ങളുടെ പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണ്. എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളത്തിന്റെ സുശക്തമായ മികവാർന്ന പൊതുവിദ്യാഭ്യാസ ശൃംഖല എന്നതാണ്. 5 വയസ്സ് തികഞ്ഞ മുഴുവൻ കുട്ടിയും സ്കൂളിൽ എത്തുന്ന സംസ്ഥാനമാണ് കേരളം. 5 വയസ്സും ആവണ്ട, പ്രൈമറിയിൽ എത്തുന്നുണ്ട്, 3 വയസ്സാവുമ്പോഴേക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസ്, പ്രിൻസിപ്പാൾ സി ജിനേഷ് കുമാർ, പ്രധാനാധ്യാപിക DP നിർമ്മല, വി ശിരോമണി, PTA പ്രസിഡന്റ് DB രഘുനാഥ്, O മധുസൂദനൻ, PA ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട്ട് BJPയിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അതൃപ്തിയെ തുടർന്ന് വിമത നീക്കം ശക്തം. വിമത കൗൺസിലർമാർ രാജിവെച്ചേക്കുമെന്ന സൂചന. വിമതർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹത്തിനിടെ ചിലർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ട്. കോൾ കർഷകരുടെ പ്രതിസന്ധിയിൽ തുറന്നടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ രാഷ്ട്രീയ കളി. ജൂണിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലും ജില്ലാ കലക്ടർ ഇതുവരെ തന്നിട്ടില്ല. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാത്തതിനു പിന്നിൽ രാഷ്ട്രീയ കളി മാത്രമെന്നും സുരേഷ് ഗോപി. സ്ഥിരതയിലൂന്നിയ വികസന പദ്ധതികളിലൂടെ മാത്രമേ നാടിന്റെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മന്ത്രി എം.ബി. രാജേഷ്. സംയോജിത ജലവിഭവ പരിപാലന റിപ്പോർട്ടുകളുടെ പ്രകാശനം പാലക്കാട്ട്. മികച്ച സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് തുടക്കം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 75 വയസ്സ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 3/4 നൂറ്റാണ്ട്. രാജ്യത്ത് വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പതിറ്റാണ്ടുകളായി തകർച്ചയിലായ കോട്ടായി അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡിന് ശാപമോക്ഷം. റോഡ് നവീകരണത്തിന് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ചിൽ ആരംഭിക്കുമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.